മലയാളികളിൽ ഭൂരിപക്ഷം ആളുകളാണ് ഇത് കടത്തിക്കൊണ്ടുവരുന്നത്. അവൻ്റെ കോട്ടക്കൊത്തളങ്ങളിൽ ബോംബിട്ട് തകർക്കണം നമുക്ക്. കാരണം ഈ കുട്ടികളെ, പുതിയ തലമുറയെ കശാപ്പ് ചെയ്യുന്ന ഈ രാസലഹരി ഒരു വിഷമവുമില്ലാതെ, ഒരു നിരാശാബോധവുമില്ലാതെ കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവരുന്നവർ ഞെട്ടണം. കോഴിക്കോട് കടപ്പുറത്ത് നമ്മൾ ഒരേ ശബ്ദത്തിൽ ഇരമ്പിയാർക്കുന്ന കടലിൻ്റെ വേഗത്തെക്കാളും ആവേശത്തിൽ നമ്മൾ വിളിച്ചു പറയും, അവസാനത്തെ MDMA കടത്തുന്ന നരാധമനും കേരളം വിട്ടു പോകുന്നതുവരെ നമ്മൾ വിശ്രമിക്കില്ല. കാരണം കേരളം എന്ന് പറയുന്ന ഈ പച്ചപ്പുള്ള മണ്ണ്, 44 നദികൾ ഒഴുകുന്ന ഈ മണ്ണ്, 365 ദിവസവും കൃഷി ഇറക്കുന്ന മണ്ണ്, വിദേശത്തു നിന്ന് വരുന്ന സഞ്ചാരികളെ അത്ഭുതപ്പെടുത്തുന്ന ഈ നാട് മയക്കുമരുന്നിൽ മൂക്കുകുത്തി വീഴാൻ പാടില്ല. ഈ പരിപാടി നമ്മൾ തിരുവനന്തപുരത്ത് ആരംഭിക്കുമ്പോൾ മുഖ്യമന്ത്രിയുമായി ഞാനൊരു ലൈവായിട്ടൊരു അഭിമുഖം നടത്തിയിരുന്നു. നിങ്ങൾ ചിലരൊക്കെ കണ്ടു കാണും. മുഖ്യമന്ത്രിയോട് ഞാൻ പറഞ്ഞു, ഈ പരിപാടി 30 ദിവസം പിന്നിട്ട് കഴിയുമ്പോൾ ഞങ്ങളൊരു റിപ്പോർട്ട് തയ്യാറാക്കി തരും. ആ റിപ്പോർട്ടിന് 2 ഭാഗം ഉണ്ടാകും. ഒരു ഭാഗം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവരെയും കാണിക്കാവുന്നത്, മറ്റൊരു ഭാഗം ആരാണ് കേരളത്തിൽ ഇത്തരം ലഹരികൾ കടത്തിക്കൊണ്ടുവരുന്നത്, എവിടെയാണ് ആ ഉറവിടം, എന്താണ് ചെയ്യേണ്ടത്, ഇതിനെ ആരെങ്കിലും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ പിന്തുണയ്ക്കുന്നുണ്ടോ, അവൻ്റെ കളർ ചിത്രങ്ങൾ ഉൾപ്പെടെ നമ്മുടെ സംസ്ഥാന ഇൻ്റലിജൻസ് പോലെയുള്ള ആളുകൾ ചെയ്യുന്ന റിപ്പോർട്ടിംഗ് രീതിയിൽ ഞങ്ങളൊരു ബൃഹത്തായ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൊടുക്കും. തിരുവനന്തപുരത്ത് VD സതീശൻ്റെ അധ്യക്ഷതയിൽ നടക്കുന്നൊരു ചടങ്ങിൽ ഈ റിപ്പോർട്ട് ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് സമ്മാനിക്കും. മുഖ്യമന്ത്രിയോട് നമ്മൾ പറഞ്ഞത്, കോവിഡിന് ശേഷം സംസ്ഥാന ഭരണത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി ഏത് എന്നൊരു മാധ്യമപ്രവർത്തകൻ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, കുട്ടികളെ ഇതിൽ നിന്ന് മോചിപ്പിച്ചെടുക്കുക. നിങ്ങൾക്കറിയേണ്ട കാര്യം, ഇന്ന് ശരാശരി 600-700 ആളുകൾ ഈ രാസലഹരിക്ക് അടിപ്പെടുന്നുണ്ട്. കുട്ടികൾ, ഈ അടുത്തിടെ ഒരു കണക്ക് വന്നു, നമ്മുടെ പോലീസുകാരിൽ നിന്ന് വന്ന കണക്കാണ്. 600 കേസ് എടുത്തപ്പോൾ അതിൽ 30% പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ്, അതിൽ 17% പെൺകുട്ടികളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്താണ്, നമ്മൾ കാട്ടാക്കടയിൽ ഒരു പഞ്ചായത്തിൽ പോയപ്പോൾ അവിടുത്തെ ഒരു പ്രസിഡന്റ് പറഞ്ഞു, ഞങ്ങളുടെ പള്ളിക്കൂട വരാന്തയിൽ കൂളെന്ന് പറഞ്ഞ മിഠായി ഉണ്ട്. പത്തനംതിട്ട ചെല്ലുമ്പോഴും കൂൾ മിഠായി കാണുന്നു, കണ്ണൂർ ജില്ലയിൽ ഇറങ്ങുമ്പോഴും കൂൾ മിഠായി കാണുന്നു. അപ്പോൾ സംസ്ഥാന വ്യാപകമായി ഇത് ഈ ശൃംഖല വ്യാപകമായി എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ അറിയേണ്ട കാര്യം, ഈ ഉറവിടങ്ങളൊക്കെ തകർക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ മിടുക്കരായ പോലീസ് ഓഫീസേഴ്സിന് അത് കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. അത് തകർത്താലും അതായത് ഈ ലഹരിക്ക് അടിമയായി പോയ കുട്ടികളെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരിക അത്ര എളുപ്പമല്ല. ഈ യാത്രക്കിടയിൽ ചില ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ ഞാൻ പോയി. അവിടെ 18, 16, 19 വയസ്സുള്ള കുട്ടികളൊക്കെ തന്നെ ഈ മാരകമായ രാസലഹരി ഉപയോഗിച്ചതിന് ശേഷം തകർന്ന് തരിപ്പണമായി ഏകാന്തമായ സെല്ലിൽ കിടക്കുന്നത് ഞാൻ കണ്ടു. നിങ്ങൾക്കറിയുമെന്നറിയില്ല, ഞാൻ ആലത്തൂർ പോലീസ് സ്റ്റേഷൻ നിങ്ങൾക്കറിയാം, ഇന്ത്യയിൽ ഏറ്റവും നല്ല പോലീസ് സ്റ്റേഷൻ എന്നത് ഖ്യാതി നേടിയ പോലീസ് സ്റ്റേഷനാണ് ആലത്തൂരിലുള്ളത്. ഈ ആലത്തൂരിലെ സർക്കിൾ ഇൻസ്പെക്ടർ പറയുമായിരുന്നു, ഞാൻ പറഞ്ഞു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി MDMAക്ക് അടിമയാകുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല CA എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അങ്ങേക്ക് 7ാം ക്ലാസ്സിനെ കുറിച്ചല്ലേ അറിയാവുന്നത്, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കെതിരെ നമ്മളിവിടെ കേസെടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ പ്രായം നിങ്ങൾ ആലോചിച്ച് നോക്കുക, 9 വയസ്സ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതായത് ഈ പാഷാണത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, കോഴിക്കോട് താമരശ്ശേരിയിൽ ഒരു MDMA കവറിൽ കൊണ്ട് നടന്ന ഒരാളെ പോലീസ് പിടിച്ചപ്പോൾ ഈ കള്ളൻ അതങ്ങ് വിഴുങ്ങി.